വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. അന്തരിച്ച എൻസിപി സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയന്റെ മൃതദേഹത്തിൽ നിന്നും കോട്ടയത്ത് എത്തിച്ചു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് നടക്കുക. വിവരങ്ങളുമായി ടി പി പ്രശാന്ത് ചേരുകയാണ് കോട്ടയത്ത് നിന്നും. പ്രശാന്ത്, പൊതുദർശനം ഏത് രീതിയിൽ പുരോഗമിക്കുകയാണ്? എപ്പോഴായിരിക്കും കോട്ടയത്തെ പൊതുദർശനം പൂർത്തിയാക്കി ജന്മനാടായ കുറിച്ചിത്താനത്തേക്ക് കൊണ്ടുപോകുക? കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ കൊടുത്തുകൊള്ളുന്ന വാക്കുകളിലൂടെ അവരെ വീഴ്ത്തിയ അദ്ദേഹം പഠിച്ചു വളർന്ന കോട്ടയത്തിന്റെ രാഷ്ട്രീയ കളരിയിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ എൻസിപി സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയന്റെ പൊതുദർശന ചടങ്ങ് കോട്ടയത്ത് പുരോഗമിക്കുകയാണ്. തിരുനക്കര മൈതാനിയിലാണ് ഇപ്പോൾ പൊതുദർശനം. ഏതാണ്ട് 2:30 തിരുനക്കരയിലെ പൊതുദർശനം പൂർത്തിയാക്കി ജന്മനാടായ കുറിച്ചിത്താനത്തേക്ക് കൊണ്ടുപോകും. അവിടെ സ്കൂളിൽ പൊതുദർശനം നടത്തും. തുടർന്ന് വീട്ടിലേക്കും കൊണ്ടുപോകും. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ. വ്യക്തിശുദ്ധിയും രാഷ്ട്രീയ ശുദ്ധിയും ഒരുപോലെ സൂക്ഷിച്ച മാതൃകാ പൊതുപ്രവർത്തകനാണ് ഉഴവൂർ വിജയൻ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു ചാചല്യവുമില്ലാതെ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ആളാണ് ഉഴവൂർ എന്നും അദ്ദേഹം പറഞ്ഞു. ഉഴവൂർ വിജയന്റെ സംസ്കാര ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ഉഴവൂർ വിജയന്റെ നിര്യാണം ഇടതുപക്ഷത്തിന് കനത്ത നഷ്ടമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. എൻസിപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഉഴവൂർ വിജയന്റെ നിര്യാണം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് അപരിഹാര്യമായൊരു നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി കേരളത്തിലുടനീളം സഞ്ചരിച്ച് പ്രചാരവേല ചെയ്ത ഒരു ഉജ്ജ്വലനായ വാഗ്മി ആണ് ഉഴവൂർ വിജയൻ. സംഘടനാ രംഗത്തും പ്രക്ഷോഭരംഗത്തും പ്രചാരണ രംഗത്തും കഴിവ് തെളിയിച്ച ഒരു നേതാവായിരുന്നു ശ്രീ ഉഴവൂർ വിജയൻ. ഈ നിര്യാണത്തിൽ CPIM സംസ്ഥാന കമ്മിറ്റി അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഉഴവൂർ വിജയന്റെ നിര്യാണത്തിൽ VS അച്യുതാനന്ദൻ അനുശോചനം അറിയിച്ചു. ഉഴവൂർ വിജയന്റെ നിര്യാണം ഈ സംസ്ഥാനത്തിൻ്റെ പൊതുജീവിതത്തിന് മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് തന്നെ വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലുള്ള എൻ്റെ നിർവ്യാജമായ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ നർമ്മത്തിന്റെ മേമ്പൊടി ചാലിച്ച ആളെ കൂട്ടുന്നവരിൽ ആദ്യ നിരയിലാണ് ഉഴവൂർ വിജയന്റെ സ്ഥാനം എന്നും സാധാരണക്കാരുടെ നേതാവായി ഇടതുപക്ഷത്ത് നിലയുറപ്പിച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ ഉഴവൂർ കുറിച്ചിത്താനം കാരാംകുന്നേൽ ഗോവിന്ദൻ നായരുടെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനായ ഉഴവൂർ വിജയൻ KSUവിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചത്. ബിരുദധാരിയായ ഉഴവൂർ വിജയൻ പിന്നീട് KSU സംസ്ഥാന സെക്രട്ടറിയായും യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു. ഇന്ദിരയുടെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ കലഹിച്ച് കോൺഗ്രസ് പിളർന്നപ്പോൾ ആന്റണിക്കൊപ്പം നിന്നു. പിന്നീട് കോൺഗ്രസ് എസിലൂടെ NCPയിലെത്തി ഇടതുപക്ഷത്തോടൊപ്പം നിലയുറപ്പിച്ചു. ആദ്യ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ കുമാരനെല്ലൂർ ഡിവിഷനിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ KM മാണിക്കെതിരെ മത്സരത്തിനിറങ്ങി. NCP ദേശീയ സമിതി അംഗം, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, മീഡിയ കമ്മിറ്റി ചെയർമാൻ, NCPയുടെ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം NCP സംസ്ഥാന അധ്യക്ഷനായി. KR നാരായണൻ ഫൗണ്ടേഷൻ ചെയർമാനാണ്. ചന്ദ്രമണി അമ്മയാണ് ഭാര്യ. വന്ദന, വർഷ എന്നിവർ മക്കളാണ്. കേരള രാഷ്ട്രീയത്തിൽ നർമ്മത്തിന്റെ മേമ്പൊടി ചാലിച്ച് ആളെ കൂട്ടുന്നവരിൽ ആദ്യ നിരയിൽ നിൽക്കുന്ന ഉഴവൂർ വിജയന്റെ പ്രയോഗങ്ങൾ കുറിക്കുകൊള്ളുന്നതാണ്. പ്രസംഗം കേൾക്കാൻ വരുന്നത് പച്ചയായ മനുഷ്യരാണ്. കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. പറയുന്നത് തമാശയല്ല, കാര്യങ്ങളാണ്. ഇതാണ് ഉഴവൂർ വിജയന്റെ നയം. തമാശകളായി കാര്യങ്ങൾ പറയുമ്പോഴും വിജയന് എന്നും ഉറച്ച നിലപാടുകളുണ്ടെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കും. മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിൽ മരിക്കാനൊന്നും പോകുന്നില്ല. എന്നാൽ LDFനായി മരിക്കാൻ തയ്യാറാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടുള്ള കൂറ് പ്രകടമാക്കുന്നതാണ് ഉഴവൂർ വിജയന്റെ ഈ വാക്കുകൾ. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. രാഷ്ട്രീയത്തിന് അതീതമായി സൗഹൃദം സൂക്ഷിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു ഉഴവൂർ വിജയന്റേത്. ഇടതു വലത് രാഷ്ട്രീയത്തിൽ എതിരാളികൾക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനമുയർത്തുമ്പോഴും
വിജയൻ തന്റെ സൗഹൃദം കൈവിട്ടിരുന്നില്ല. രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഓരോ മലയാളിയുടെ മനസ്സിലും അടുത്ത സുഹൃത്തെന്ന സ്ഥാനം നേടിയ നേതാവാണ് ഉഴവൂർ വിജയൻ. സരസവും ഹാസ്യവും ഇടകലർന്ന സംഭാഷണത്തിലും എതിരാളികളെ പൊതുസമൂഹത്തിന് മുന്നിൽ മോശക്കാരനായി ചിത്രീകരിക്കാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. രാഷ്ട്രീയത്തിനതീതമായ സൗഹൃദം ഒരു ഘട്ടത്തിൽ പാർട്ടി വിടാനുള്ള തീരുമാനത്തിലും എത്തിച്ചിട്ടുണ്ട് വിജയനെ. എതിരാളികൾ പോലും നേരിൽ കാണുമ്പോൾ കുശലാന്വേഷണവുമായി അടുത്തുകൂടുന്നത് തന്നെ കേരളത്തിൽ ഉഴവൂരെന്ന രാഷ്ട്രീയക്കാരനല്ലാതെ മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയില്ല. ഇടതു വലത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നപ്പോഴും ഉഴവൂറിന്റെ ശൈലിയിലും പ്രവർത്തന രീതിയിലും മാറ്റമുണ്ടായില്ല. KSUവിന്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ സെക്രട്ടറി സ്ഥാനത്തു നിന്നും കാലഘട്ടങ്ങൾക്കിപ്പുറം NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ പദവിയിൽ എത്തിയപ്പോഴും പൊതുരംഗത്തെ സൗഹൃദങ്ങൾ തന്നെയായിരുന്നു ഉഴവൂറിന്റെ മുതൽക്കൂട്ട്. എതിരാളികളെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുമ്പോഴും നേരിൽ കാണുമ്പോൾ കൈകൊടുത്തും തോളിൽ തട്ടിയും തമാശ പറഞ്ഞും വിജയൻ തന്റെ സൗഹൃദം ദൃഢമാക്കാൻ എന്നും ശ്രമിക്കുമായിരുന്നു. ഉഴവൂർ വിജയൻ വിടവാങ്ങുമ്പോൾ രാഷ്ട്രീയത്തിലെ സൗഹൃദത്തിന്റെ പുഞ്ചിരിയാണ് അസ്തമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള രാഷ്ട്രീയത്തിന്റെ ഭൂമികയിലേക്ക് കടന്നു കയറുമ്പോൾ എന്നും ഉഴവൂരിനെ സ്നേഹിച്ച സാധാരണക്കാരനായിരുന്നു ഉഴവൂർ വിജയൻ. നാട്ടിലെത്തുമ്പോഴെല്ലാം അദ്ദേഹം ഉഴവൂർ നിവാസികളോടൊപ്പം ചേർന്നു നിന്നു. അദ്ദേഹത്തിന്റെ സഹപാഠികളുടെയും സുഹൃത്തുക്കളുടെയും ഓർമ്മപ്പെടുത്തലുകൾ. ഇടതുപക്ഷത്തിനും NCPക്കും കേരളത്തിൽ കരുത്താർന്ന നേതൃത്വം നൽകുമ്പോഴും ഉഴവൂർ വിജയൻ അദ്ദേഹത്തിന്റെ നാടിനും നാട്ടുകാരോടും എന്നും ചേർന്നു നിന്നിരുന്നു. ഈ നാട്ടുവഴികളിലൂടെയാണ് അദ്ദേഹം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് നടന്നു കയറിയത്. നാട്ടിലുള്ളപ്പോൾ അദ്ദേഹം സുഹൃത്തുക്കളെ കാണാനും സമീപ വീടുകൾ സന്ദർശിക്കാനും ഒക്കെ ഓടിയെത്തും. ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ കാലം മുതൽ ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ ചന്ദ്രമോഹൻ. ഉഴവൂർ വരുമ്പം പുള്ളി ഒരു പ്രധാന വ്യക്തി എന്നുള്ളത് മറന്നിട്ട് നാട്ടുകാരുടെ ഇടയിൽ ഒരാളായിട്ട് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയത്തെക്കാൾ ഉപരി സൗഹൃദ സംഭാഷണം ഒരു തനി നാടൻ ആളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്ത ഒരു സുഹൃത്ത്, അതിപ്പോഴും അന്ന് മുതൽ ഇന്ന് വരെ കാത്തു സൂക്ഷിക്കുന്ന, ആരെ തമ്മിൽ പരിചയപ്പെടുത്തുമ്പോഴും ആദ്യം പറഞ്ഞ് ഞങ്ങളിതേ ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച ആളുകളാണ് എന്നൊക്കെ പറയുകയും അതേ തുടർന്ന് പല തമാശകളും പൊട്ടിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഉഴവൂരിന്റെ വീടിന് സമീപത്തെ ചായക്കടയിലെത്തിയും അദ്ദേഹം തമാശകൾ പങ്കുവെക്കുന്നത് ഓർത്തെടുക്കുകയാണ് ശിവരാമൻ. എവിടുന്ന് വന്നാലും കടയിൽ വന്ന് കാപ്പി കുടിക്കാൻ അവിടെ നിന്ന് കുറെ സമയം വർത്താനം പറയുകയൊക്കെ ചെയ്യും. പിന്നെ ആൾക്കാരൊക്കെ ആയിട്ട് അവിടെ വലിയ സൗഹൃദം, ആൾക്കാർ അവിടെ കുറെ പേര് വരികയും സംസാരിക്കുകയൊക്കെ ചെയ്യും. കുറെ സമയം അവിടെ ഇരിക്കും. അതിന് നാട്ടിലുള്ള എല്ലാ ആൾക്കാരുടെയും കാര്യങ്ങളിൽ പങ്കെടുക്കുകയും വേണ്ട പോലെ ചെയ്യുകയും ഒക്കെ ചെയ്യും. ഒരുപക്ഷെ ഒരു നാടിന്റെ പേരിൽ അറിയപ്പെടുകയും നാട്ടുകാരുടെ പ്രിയപ്പെട്ട വിജയേട്ടനായി മാറുകയും ചെയ്ത കേരള രാഷ്ട്രീയത്തിലെ ഗൗരവക്കാരനായ നർമ്മപ്രഭാഷകൻ ഉഴവൂർ വിജയന് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിന്തിപ്പിക്കുന്ന നിരീക്ഷണങ്ങളും ചിരിപ്പിക്കുന്ന നമ്പറുകളും കുറിക്കുകൊള്ളുന്ന വിമർശനങ്ങളുമായിരുന്നു ഉഴവൂർ വിജയന്റേത്. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഹാസ്യം ചേർത്ത അദ്ദേഹം പൊട്ടിച്ച അമിട്ടുകൾ മണിക്കൂറുകൾ നീണ്ട പ്രസംഗത്തെക്കാളും ദിവസങ്ങൾ നീണ്ട പ്രചരണത്തെക്കാളും വളരെ വേഗത്തിൽ ഹിറ്റായിരുന്നു. സേതി ഹാജിയുടെയും നായനാരുടെയും കരുണാകരന്റെയും ഫലിതങ്ങളും നമ്പാടന്റെ നമ്പറുകളും കേരളം ഇന്നും ഓർത്തോർത്തു ചിരിക്കുന്നവയാണ്. ഇവർ അന്ന് ഉപയോഗിച്ച വാക്കുകൾക്ക് പുറമൂടി നൽകി പുതുതലമുറക്കാർ നമ്പറിടുമ്പോഴും പഴയ മൂർച്ച കിട്ടാറില്ല പലതിനും. ഹാസ്യരസം നിറച്ച് എതിരാളികൾക്ക് നേരെ വാക്കുകൾ പ്രയോഗിക്കുന്ന സരസന്മാരായ രാഷ്ട്രീയക്കാരെ കക്ഷിഭേദമില്ലാതെ കേരളം സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും. ഹാസ്യത്തിന്റെ മേമ്പൊടി ചേർത്ത് പ്രസംഗിക്കുന്നവരിൽ പ്രമുഖൻ ഉഴവൂർ വിജയനായിരുന്നു. UDF എന്ന് പറഞ്ഞാൽ തന്നെ പട്ടിന് ലോകം നൽകിയ പേർ കല്യാൺ എന്നതുപോലെ UDFന് ജനങ്ങൾ നൽകിയ നിർവചനം ഉഡായിപ്പ് ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്ന് പറയേണ്ടതായ അവസ്ഥയിലാണ് UDFന്റെ പ്രവർത്തനം. അദ്ദേഹത്തിന്റെ ചിന്തിപ്പിക്കുന്ന നിരീക്ഷണങ്ങളും ചിരിപ്പിക്കുന്ന നമ്പറുകളും കുറിക്കുകൊള്ളുന്ന വിമർശനങ്ങളും പുതിയ തലമുറ പോലും ചർച്ച ചെയ്തിരുന്നു. മണി വാങ്ങുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിഷയം. കേരളത്തിലെ മന്ത്രിസഭയിൽ 20 മണിക്കുട്ടന്മാരും ഒരു മണിക്കുട്ടിയുമാണ് ഉള്ളത്. നമ്മുടെ ജയലക്ഷ്മി മണിക്കുട്ടി പാവം, അതിന് 5 പൈസ കിട്ടുന്നില്ല. ഉള്ള കാര്യം പറയാറുണ്ട്. അതിനൊട്ട് ക്ലാസ് എണ്ണാനും അറിയത്തില്ല. ആടെ അല്ലാതെ അതിനെ ഉദ്രവിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യമൊന്ന് പേടിച്ച് ക്യാബിനറ്റിലൊക്കെ കയറി ഇരുന്നാൽ വല്ല കുഴപ്പം ഉണ്ടാവുമോ? ഇതുവരെ ഒന്നും ഉണ്ടായിക്കോട്ടെ, അത് നോക്കി കണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചോദിച്ചു വയനാട്ടുകാരോട്, അതെന്നാ അത് ഇത്ര ധൈര്യമായിട്ടൊക്കെ പോയിരിക്കുന്നത്? അതേ അതെ ചേട്ടാ, അമ്പും വില്ലും കൃത്യമായി എഴുതാൻ അറിയാം. അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും കയറിയൊന്നും മുട്ടത്തില്ലല്ലോ. ഏതായാലും അവിടെ ഇരിപ്പുണ്ട്. ഗൗരവമുള്ള പ്രസംഗത്തിന് ഇരുന്നു കൊടുക്കാൻ രാഷ്ട്രീയത്തെ ഗൗരവത്തോടെ കാണുന്നവർ പോലും ഇന്ന് തയ്യാറല്ലാത്ത സാഹചര്യത്തിലായിരുന്നു ഉഴവൂരിനെ ആളുകൾ കേട്ടത്. പൊതുവെ രാഷ്ട്രീയത്തെ ഗൗരവമായി കാണാത്ത പുതുതലമുറയ്ക്കും
രാഷ്ട്രീയം കേട്ടുമടുത്ത പഴയ തലമുറയ്ക്കും ഗൗരവം വിട്ട് നേതാക്കൾ അല്പം തമാശ പറയുന്നതിലെ താല്പര്യം കൂടിയത് ഉഴവൂരിലൂടെയായിരുന്നു. ഒരു കുഞ്ഞുഞ്ഞിന്റെ വീത ഇത്രയും വലിയ കല്ല് വന്നു വീണ പിന്നെ കുഞ്ഞുഞ്ഞ മറ്റേ 12-10 ലോറികളിൽ തവള പോയ പോലെ ആകേണ്ടതാണ്. പക്ഷെ ആ കല്ല് ഒരു മാന്ത്രിക ശക്തിയുള്ള കല്ലായിരുന്നു, മാണിക്യ കല്ലായിരുന്നു. മിക്കവാറും ആ കല്ലുമായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവരും യാത്ര നടത്താൻ സാധ്യതയുണ്ട്. കല്ലിന്റെ സ്വീകരണം, മാലയിടുക, മകളാക്കാരൊക്കെ കൂടെ വന്ന് വലിയ ബഹളമൊക്കെ ആയിരിക്കും. അത് ചിതാഭസ്മൊക്കെ കൊണ്ടിരുന്നത് പോലെ ഉള്ള ചില കലാപരിപാടികളൊക്കെ വോട്ടിന് വേണ്ടി അവർ നടത്താൻ തയ്യാറാണ്. ശ്രീ കല്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ബസിന്റെ ചില്ലിനിട്ട് ഏറെറിഞ്ഞാൽ ആ ചില്ല് ചടങ്ങി പല കഷ്ണമായിട്ട് അവിടെ ഇരിക്കും. ചിലപ്പോ കല്ലകത്തോട്ട് പോയിരിക്കും, എന്നാലും ചിലപ്പോ അങ്ങനെ പോകാൻ സാധ്യതയില്ല. ഈ കല്ല് അങ്ങനെയല്ല. ഇടതുവശത്തെ ചില്ലിനിടയിലൂടെ കടന്നു വന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മൂക്കാണ് ആദ്യം കല്ലിന് ദൃശ്യമായി. വലിയ മൂക്കാണല്ലോ അദ്ദേഹത്തിന്. ആ മൂക്കിൽ തട്ടാതെ ആ കല്ല് നേരെ ചില്ലിനിട്ട് തട്ടിയിട്ട് ആ ചില്ലിന്റെ ഒരു കഷ്ണം വന്ന് അദ്ദേഹത്തിന്റെ നെറ്റിയിലേക്ക് വന്നു. കല്ലവിടെ കൊണ്ടുവന്നില്ല. ഹാസ്യം ചേർത്ത് ഉഴവൂർ പൊട്ടിച്ച അമിട്ടുകൾ മണിക്കൂറുകൾ നീണ്ട പ്രസംഗത്തെക്കാളും ദിവസങ്ങൾ നീണ്ട പ്രചരണത്തെക്കാളും വളരെ വേഗത്തിൽ ഹിറ്റായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ നർമ്മത്തിന്റെ മേമ്പൊടി ചാലിച്ച് ആളെ കൂട്ടുന്നവരിൽ ഉഴവൂരിന് ആദ്യ നിരയിൽ തന്നെ സ്ഥാനമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. വീട്ടമ്മയെ പീഡിപ്പിച്ചുവെന്ന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് നേതാവും കോവളം MLAയുമായ M. വിൻസെന്റിന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. MLAയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതോടൊപ്പം പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും നാളെ കോടതിയിലെത്തും. എന്നാൽ KPCC നൽകിയ താൽക്കാലിക നടപടി മാത്രം പോരാ, MLA സ്ഥാനം തന്നെ നേതൃത്വം ഇടപെട്ട് രാജിവെപ്പിക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട്. വിൻസെന്റിനെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്തു നിന്നും മാറ്റി നിർത്തുമെന്ന് KPCC പ്രസിഡന്റ് MM ഹസൻ. വിൻസെന്റ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും വിൻസെന്റിന്റെ അറസ്റ്റ് ആസൂത്രിത ഗൂഢാലോചനയാണെന്നും MM ഹസൻ പറഞ്ഞു. ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വരികയും അവർ പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണെങ്കിലും കേസെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ശ്രീ വിൻസെന്റിനെ കുറ്റവിമുക്തനാക്കുന്നതുവരെ എല്ലാ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിലും നിന്നും മാറ്റി നിർത്താൻ തീരുമാനിക്കും. MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം കുറ്റം ചെയ്തു എന്ന് തെളിയുകയും അദ്ദേഹത്തിന് അത് ശിക്ഷിക്കാൻ അദ്ദേഹം കോടതി തീരുമാനിക്കുകയും ചെയ്താൽ ആ സമയത്തല്ലേ അദ്ദേഹം അത് ആലോചിക്കേണ്ട കാര്യമുള്ളൂ. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളിലൊന്നും MLA സ്ഥാനം ആരും രാജിവെച്ചിട്ടുമില്ല. പാർട്ടി MLA സ്ഥാനം രാജിവെക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടണമെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിയണം.